നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജം സ്ഥിതികോർജം. വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജം ഏതാണ്? സ്ഥിതികോർജം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബോയിൽ നിയമം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബോയിൽ നിയമം. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കളുടെ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായി വാദിച്ചത് ഗലീലിയോ. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കളുടെ നിർബാധ പതനം ഒരേ വേഗത്തിലായിരിക്കുമെന്ന് ആദ്യമായി വാദിച്ചതാരെ? ഗലീലിയോ. സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദം 1013.25 മില്ലിബാർ. സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദം എത്രയാണ്? 1013.25 മില്ലിബാർ. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം 100. ഹ്യൂമിഡിറ്റിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം 100. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും അതിന്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം ആക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും അതിന്റെ പ്രവേഗവും തമ്മിലുള്ള ഗുണനഫലം ആക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡാമുകളിലെ ജലം അതിന്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കും. ഡാമുകളിലെ ജലം അതിന്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കുമാണ്. നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. നിരപ്പായ പ്രതലത്തിൽ കോമ്പസ് വെച്ചാൽ അതിന്റെ കാന്തസൂചി ഏത് ദിശയിലാവും നിലകൊള്ളുന്നത്? തെക്ക് വടക്ക്. നിരപ്പായ പ്രതലത്തിൽ കോമ്പസ് വെച്ചാൽ അതിലെ കാന്തസൂചി തെക്ക് വടക്ക് ദിശയിലാവും നിലകൊള്ളുന്നത്. ഭൂഗുരുത്വ ബലം ഏറ്റവും കുറവുള്ളത് ഭൂമധ്യരേഖയിൽ. ഭൂഗുരുത്വ ബലം ഏറ്റവും കുറവുള്ളത് ഭൂമധ്യരേഖയിൽ. ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശത്ത്. ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതലുള്ളത് ധ്രുവപ്രദേശത്ത്. പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയത് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയത് ന്യൂക്ലിയർ ബലം. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണം. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ദ്രവ്യത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള അവസ്ഥയാണ് ഖരം. ദ്രവ്യത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള അവസ്ഥയാണ് ഖരം. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹീഷൻ. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലമാണ് അഡീഷൻ ബലം. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൽ ദ്രാവകം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലം പ്ലവക്ഷമ ബലം എന്ന പേരിൽ അറിയപ്പെടുന്നു. മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൽ ദ്രാവകം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വബലം. അടിസ്ഥാന പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വബലം. ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ്. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവാണ് കേവല ആർദ്രത, അതായത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഒരു പ്രത്യേക താപനിലയിൽ അന്തരീക്ഷ വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി നീരാവിയുടെ അളവാണ് കേവല ആർദ്രത, അതായത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ പറയുന്ന പേരാണ് പിണ്ഡം. ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം.
ഒരു വസ്തുവിനെ മുമ്പോട്ടോ പിമ്പോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൽ അനുഭവപ്പെടുന്ന ബലം അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൽ അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം അപകേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൽ അനുഭവപ്പെടുന്ന ബലം അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടി കൈകൊണ്ട് കറക്കുമ്പോൾ കയ്യിൽ അനുഭവപ്പെടുന്ന ബലമാണ് അപകേന്ദ്ര ബലം. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? കൂടുന്നു. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വം കൂടുന്നു. വസ്തുക്കളിൽ ബലം ചെലുത്തുന്ന പ്രഭാവം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബലതന്ത്രം അഥവാ മെക്കാനിക്സ്. വസ്തുക്കളിൽ ബലം ചെലുത്തുന്ന പ്രഭാവം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബലതന്ത്രം അഥവാ മെക്കാനിക്സ്. വിളക്കുനാടയിൽ എണ്ണ കയറുന്ന തത്വം കേശികത്വം. വിളക്കുനാടയിൽ എണ്ണ കയറുന്ന തത്വമാണ് കേശികത്വം. കത്രിക ഏത് വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്? ഒന്നാം വർഗം. കത്രിക ഒന്നാം വർഗത്തിൽപ്പെട്ട ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. കത്രിക, തുലാസ്, കട്ടിംഗ് പ്ലയർ എന്നിവ എത്രാം വർഗ ഉത്തോലകത്തിൽപ്പെടുന്നു? ഒന്നാം വർഗ ഉത്തോലകം. കത്രിക, തുലാസ്, കട്ടിംഗ് പ്ലയർ എന്നിവ ഒന്നാം വർഗ ഉത്തോലകത്തിൽ പെടുന്നു. കാന്തത്തിന് ചുറ്റും അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്ന മേഖല എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാന്തിക മണ്ഡലം. കാന്തത്തിന് ചുറ്റും അതിന്റെ പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചലിക്കാത്ത വസ്തുക്കളിലെ ബലത്തെ കുറിച്ചുള്ള പഠനമാണ് സ്ഥിതബലതന്ത്രം സ്റ്റാറ്റിക്സ്. ചലിക്കാത്ത വസ്തുക്കളിലെ ബലത്തെ കുറിച്ചുള്ള പഠനമാണ് സ്ഥിത ബലതന്ത്രം അഥവാ സ്റ്റാറ്റിക്സ്. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗ ബലം. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗ ബലം. ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് അമർത്തിയാലും പേസ്റ്റ് പുറത്തേക്ക് വരുന്നതിന് പിന്നിലെ തത്വം പാസ്കൽ തത്വം. ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ ഏത് ഭാഗത്ത് അമർത്തിയാലും പേസ്റ്റ് പുറത്തേക്ക് വരുന്നതിന് പിന്നിലെ തത്വമാണ് പാസ്കൽ തത്വം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലമാണ് അപകേന്ദ്ര ബലം. റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നതിന് പിന്നിലെ തത്വം ആക്വ സംരക്ഷണ നിയമം. റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നതിന് പിന്നിലെ തത്വം ആക്വ സംരക്ഷണ നിയമം. പാക്കുവെട്ടി, പേപ്പർ കട്ടർ, വീൽ ബാരോ എന്നിവ എത്രാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നു? രണ്ടാം വർഗ ഉത്തോലകം. പാക്കുവെട്ടി, പേപ്പർ കട്ടർ, വീൽ ബാരോ എന്നിവ രണ്ടാം വർഗ ഉത്തോലകത്തിൽ പെടുന്നു. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണം. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണം. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് വ്യത്യാസം സംഭവിക്കുന്നു? കുറയുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്ത്? ന്യൂട്ടൺ മീറ്റർ പ്രതി കിലോഗ്രാം സ്ക്വയർ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ പ്രതി കിലോഗ്രാം സ്ക്വയർ. ഭൂകേന്ദ്രത്തിലെ ആകർഷണ ബലം എത്രയാണ്? 0. ഭൂകേന്ദ്രത്തിലെ ആകർഷണ ബലം 0 പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4/1 കുറയും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4/1 കുറയും.
രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് വ്യത്യാസമുണ്ടാകും? ഇരട്ടിയാകും. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലവും ഇരട്ടിയാകും. രണ്ട് വസ്തുക്കളുടെ മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 ഇരട്ടിയാവും. രണ്ട് വസ്തുക്കളുടെ മാസ് ഇരട്ടിയായാൽ, മറ്റേത് രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ ഗുരുത്വാകർഷണ ബലം ഇരട്ടിയാകും. രണ്ട് വസ്തുക്കളുടെയും മാസ് ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 ഇരട്ടിയാവും. രണ്ട് വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷൻ ബലം. രണ്ട് വെള്ളത്തുള്ളികൾ ചേർന്ന് ഒന്നാകാൻ കാരണം കൊഹിഷൻ ബലം. ഒരു വസ്തുവിനുമേൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും? ഭൂമിയുടെ ഉപരിതലത്തിൽ. ഒരു വസ്തുവിനുമേൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ഹെൻറി കാവൻഡിഷ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുക്കൾ തമ്മിലുള്ള അകലവും പിണ്ഡവും. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുക്കൾ തമ്മിലുള്ള അകലവും പിണ്ഡവും. ചവണ, ഫോർസെപ്സ് എന്നിവ എത്രാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നു? മൂന്നാം വർഗ ഉത്തോലകം. ചവണ, ഫോർസെപ്സ് എന്നിവ മൂന്നാം വർഗ ഉത്തോലകങ്ങളിൽ പെടുന്നു. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കാൻ കാരണമായ ബലം പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കാൻ കാരണമായ ബലം പ്ലവക്ഷമ ബലം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലം അഡീഷൻ. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷ്ണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലമാണ് അഡീഷൻ ബലം. പ്രതിധ്വനിയെ കുറിച്ചുള്ള പഠനമാണ് കാറ്റകൗസ്റ്റിക്സ്. പ്രതിധ്വനിയെ കുറിച്ചുള്ള പഠനമാണ് കാറ്റകൗസ്റ്റിക്സ്. ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 5120. ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ 5120 മീറ്റർ ആണ്. വരണ്ട വായുവിൽ ശബ്ദത്തിന്റെ പ്രവേഗത്തിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? കുറയുന്നു. വരണ്ട വായുവിൽ ശബ്ദത്തിന്റെ പ്രവേഗം കുറയുന്നു. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്റർ. വായുവിൽ പ്രതിധ്വനി കേൾക്കാനുള്ള പ്രതിഫലന തലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്റർ. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകത ഡിബർ. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് ഡിബർ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ചത് റോബർട്ട് ബോയിൽ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ചത് റോബർട്ട് ബോയിൽ. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദത്തിന്റെ കൂർമ്മത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തി. ശബ്ദത്തിന്റെ കൂർമ്മത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപമാണ് ശബ്ദം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ശബ്ദം. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? 340. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ 340 മീറ്റർ സഞ്ചരിക്കും. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്ര ഹെർട്സ് ആണ്? 30,000. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നു. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 30,000 ഹെർട്സ് ആണ്. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കില്ല, നായ്ക്കൾ കേൾക്കുന്നു. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം
എത്ര മീറ്റർ ആണ്? സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 1484. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം, ജലം എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവില്, ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ സെക്കൻഡിൽ 1484 മീറ്റർ ആണ്. അക്കൗസ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ശബ്ദം. അക്കൗസ്റ്റിക്സ് ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമാകുന്നു. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ശബ്ദോർജം വൈദ്യുതോർജമാകുന്നു. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസൗണ്ട്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസൗണ്ട്. ഡോഗ് വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദമേത്? അൾട്രാസോണിക്. ഡോഗ് വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് അൾട്രാസോണിക്. ഗ്രീൻ മഫറിംഗ് വിദ്യ ഏതു തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ശബ്ദ മലിനീകരണം. ഗ്രീൻ മഫറിംഗ് വിദ്യ ശബ്ദ മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് അൾട്രാസോണിക്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അറിയപ്പെടുന്ന പേര് അൾട്രാസോണിക്. മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദ വേഗത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? കൂടുന്നു. മാധ്യമത്തിന്റെ താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗം കൂടുന്നു. ആവർത്തന പ്രതിപതനത്തിന് ഫലമായി തുടർച്ചയായി ഉണ്ടാക്കുന്ന മുഴക്കമാണ് അനുരണനം. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാക്കുന്ന മുഴക്കമാണ് അനുരണനം. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. റേഡിയോ തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. വലിയ ലോഹങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശബ്ദതരംഗം അൾട്രാസോണിക്. കീടങ്ങളെ അകറ്റാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന ഏകകം മാക് നമ്പർ. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന ഏകകമാണ് മാക് നമ്പർ. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര മീറ്റർ അകലമുണ്ടായിരിക്കണം? 741. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിൽ ചുരുങ്ങിയത് 741 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി 50 ഡെസിബൽ. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി 50 ഡെസിബൽ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? അനുരണനം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുരണനം പ്രതിഭാസം മൂലമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. ശബ്ദത്തിനേക്കാൾ 5 ഇരട്ടി വേഗം അറിയപ്പെടുന്ന പേര് ഹൈപ്പർസോണിക്. ശബ്ദത്തിനേക്കാൾ 5 ഇരട്ടി വേഗം അറിയപ്പെടുന്ന പേര് ഹൈപ്പർസോണിക്. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം അറിയപ്പെടുന്ന പേര് സബ്സോണിക്. ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗം അറിയപ്പെടുന്ന പേര് സബ്സോണിക്. ശബ്ദത്തേക്കാൾ കൂടിയ വേഗം അറിയപ്പെടുന്ന പേര് സൂപ്പർസോണിക്. ശബ്ദത്തേക്കാൾ കൂടിയ വേഗം അറിയപ്പെടുന്ന പേര് സൂപ്പർസോണിക്. 5 ഇരട്ടി വേഗം അറിയപ്പെടുന്ന പേര് ഹൈപ്പർസോണിക്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് പദാർത്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്? വജ്രം. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണം ഹൈഡ്രോഫോൺ. വെള്ളത്തിനടിയിൽ വെച്ച് ശബ്ദലേഖനം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഹെഡ്ഫോൺ കണ്ടുപിടിച്ചത് നഥാനിയൽ ബാൾഡ്വിൻ. ഹെഡ്ഫോൺ കണ്ടുപിടിച്ചത് നഥാനിയൽ ബാൾഡ്വിൻ. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയാൻ കാരണം ഘർഷണം. ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയെരിയാൻ കാരണം ഘർഷണം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം.
മണ്ണിലൂടെ ഉരുണ്ടുവരുന്നപ്പോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം. ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ ഇന്ധനങ്ങളെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ബഹിരാകാശ വാഹനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെല്ലുകൾ. ബഹിരാകാശ വാഹനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഫ്യൂവൽ സെല്ലുകൾ. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന് പറയുന്ന പേര് കാലറിക മൂലം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപത്തിന് പറയുന്ന പേര് കാലറിക മൂല്യം. കത്തുന്ന കല്ല് എന്ന് ചൈനക്കാർ വിശേഷിപ്പിച്ചിരുന്നത് കൽക്കരിയെ. കത്തുന്ന കല്ല് എന്ന് ചൈനക്കാർ വിശേഷിപ്പിക്കുന്നത് കൽക്കരിയാണ്. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. 1,50,000 kg കിലോഗ്രാം ആണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ സ്പിരിറ്റ്. ചാണകം, ജന്തുവിസർജ്യങ്ങൾ, പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ധനം ബയോഗ്യാസ്. ചാണകം, ജന്തുവിസർജ്യങ്ങൾ, പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. ജെറ്റ് എഞ്ചിനുകളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വകഭേദം പാരഫിൻ. ജെറ്റ് എഞ്ചിനുകളിൽ പ്രധാന ഇന്ധനമായി ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വകഭേദമാണ് പാരഫിൻ. കൽക്കരി ഉപയോഗിച്ചു തുടങ്ങിയ രാജ്യം ചൈന. കൽക്കരി ഉപയോഗിച്ചു തുടങ്ങിയ രാജ്യം ചൈന. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം ബയോമാസ്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇന്ധനമാണ് ബയോമാസ്. ചൂടാക്കുമ്പോൾ ഒരു വസ്തു കത്താൻ തുടങ്ങുന്ന ഊഷ്മാവിന് പറയുന്ന പേര് ജ്വലനോഷ്മാവ്. ചൂടാക്കുമ്പോൾ ഒരു വസ്തു കത്താൻ തുടങ്ങുന്ന ഊഷ്മാവിന് പറയുന്ന പേരാണ് ജ്വലനോഷ്മാവ്. ജൈവ അവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിച്ച് ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. ജൈവ അവശിഷ്ടങ്ങൾ പ്ലാന്റിൽ നിക്ഷേപിച്ച് ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഇന്ധനമാണ് ബയോഗ്യാസ്. അടുത്തത് നമുക്ക് പ്രതിഭാസങ്ങൾ, തത്വങ്ങളെ കുറിച്ച് നോക്കാം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ആവിയന്ത്രത്തിന് പിന്നിലുള്ള ശാസ്ത്ര സിദ്ധാന്തമാണ് താപഗതിക സിദ്ധാന്തം. ആവിയന്ത്രത്തിന് പിന്നിലുള്ള ശാസ്ത്ര സിദ്ധാന്തമാണ് താപഗതിക സിദ്ധാന്തം. ഏത് പ്രതിഭാസം അടിസ്ഥാനമാക്കിയാണ് ഡയാലിസിസ് യന്ത്രം പ്രവർത്തിക്കുന്നത്? ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനെ അടിസ്ഥാനമാക്കിയാണ് ഡയാലിസിസ് യന്ത്രം പ്രവർത്തിക്കുന്നത്. വിമാനത്തിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം ബെർണോളിയുടെ ദ്രവഗതിക സിദ്ധാന്തം. വിമാനത്തിന് പിന്നിലുള്ള ശാസ്ത്ര തത്വമാണ് ബെർണോളിയുടെ ദ്രവഗതിക സിദ്ധാന്തം. ചില പദാർത്ഥങ്ങൾ അവയുടെ ഉപരിതലത്തിൽ മറ്റു പദാർത്ഥങ്ങളുടെ കണികകളെ പിടിച്ചു നിർത്താറുണ്ട്. ഏത് പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്? അതിശോഷണം. ചില പദാർത്ഥങ്ങൾ അവയുടെ ഉപരിതലത്തിൽ മറ്റു പദാർത്ഥങ്ങളുടെ കണികകളെ പിടിച്ചു നിർത്താറുണ്ട്. അതിശോഷണം എന്ന പേരിലാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ഐസ് സ്കേറ്റിംഗ് സാധ്യമാകുന്ന പ്രതിഭാസം പുനർഹിമായനം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാകുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തത്വം ബെർണോളിസ് നിയമം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തത്വമാണ് ബെർണോളിസ് നിയമം. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.